ഞാൻ ഗ്രാമപ്രദേശമാണെന്ന് അറിയാലോ. അപ്പോൾ അവിടെ ഉള്ള കുട്ടികൾ പോലും കുട്ടികളായിട്ട് ബന്ധപ്പെടുന്നതുകൊണ്ട് അറിയുന്നതാണ്. ഈ മലയാളം ചാനലുകൾ അവർക്ക് കാണുന്നതിൽ വലിയ താല്പര്യമില്ല. അവരൊന്നുകിൽ MTV അല്ലെങ്കിൽ ആ ടൈപ്പ് ചാനലുകളാണ് കാണുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ഇത് ചോദിക്കാനുള്ള കാരണം പുതിയ ജനറേഷനൊക്കെ ഇപ്പോൾ ആ ഒരു ടെൻഡൻസിയിൽ വാസുട്ടൻ തുടക്കത്തിൽ പറഞ്ഞ ആ മൈക്കിൾ ജാക്സന്റെ ആ രീതിയിൽ കാര്യങ്ങൾ പോകുമ്പോൾ ഈ പുതിയ പുതിയ ചാനലുകൾ ഈ ആരോഗ്യപരമായിട്ട് കാര്യങ്ങൾ കൊണ്ടുവന്നാൽ ഈ കുട്ടികൾ ചാനലുകൾ ചെയ്യുന്നത് അതേമാതിരി ചെയ്യും. അവരുടെ പരിപാടി നടത്തുമ്പോഴും ഈ അരക്കെട്ട് വെട്ടിച്ചിട്ടുള്ള അഭ്യാസ പ്രകടനങ്ങൾ നൃത്തങ്ങളെ വെക്കൂ സ്റ്റേജിൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വലിയ പ്രതീക്ഷയ്ക്കൊന്നും അവകാശമില്ല, വലിയ പ്രതീക്ഷയ്ക്കൊന്നും അവകാശമില്ല. അൺലെസ് ഇതിൻ്റെ അതിലൊരു ആത്മാർപ്പണത്തോടു കൂടി ഇത് വെറും ഒരു വിനോദിപ്പിക്കുന്ന ഒരു വ്യാപാരം മാത്രമല്ല, ഇതിനൊരു സാമൂഹ്യമായ പ്രതിബദ്ധത കൂടിയുണ്ട്. ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യം കൂടിയുണ്ട്. നമ്മൾ ഈ ആളുകളുടെ ഈ ആസ്വാദനക്ഷമത അല്ലെങ്കിൽ ആസ്വാദനത്തിൻ്റെ നിലവാരം നമ്മൾ ഉയർത്തിക്കൊണ്ടുവരണം. നമ്മൾക്ക് ബുദ്ധിപൂർവമായ വിനോദങ്ങൾ നൽകണം. അതിൽ ബുദ്ധി കൂടി വ്യാപരിക്കാവുന്ന നിലയിലുള്ള വിനോദങ്ങൾ നൽകണം എന്നുള്ളത് ഒന്ന് വേണം. എനിക്കിതുകൊണ്ടൊക്കെ ഉള്ളൊരു തോന്നൽ ഞാൻ എന്നും പറയുന്ന എൻ്റെ സിദ്ധാന്തത്തിലേക്ക് തിരിച്ചു വരിക. അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടായാലും അപ്പോൾ എപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് ഈ വായന പോവും എന്നുള്ളത്. വായനയൊന്നും പോവില്ല. കാരണം വായനയിൽ നിന്ന് കിട്ടുന്ന സ്വകാര്യമായ അനുഭൂതി എന്ന് പറയണത്, ഞാനും ഈ എഴുതിയ ആളും മാത്രമായിട്ടുള്ള കുറേ വേളകളാണ് പങ്കെടുക്കുന്നത്. അയാളോ അവരോ എന്നോട് സംസാരിക്കുന്നു നിശബ്ദമായി, ഞാൻ അവരോടും സംസാരിക്കും. അങ്ങനത്തെ ഒരു കൈമാറ്റമുണ്ടല്ലോ, തുല്യമായിട്ടുള്ള പങ്കാളിത്തമുള്ളൊരു കൈമാറ്റം, അത് പുസ്തകങ്ങളിലുണ്ട്. അത് ഇതിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ വായന എന്തായാലും തൽക്കാലം, അതായത് സ്റ്റാഗ്നേഷൻ ഉണ്ടായാലും ശക്തമായിട്ട് തിരിച്ചു വരും. പുസ്തകങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തെ സംബന്ധിച്ചാലും ഞാൻ പറഞ്ഞില്ലേ, 2 തലമുറ കഴിഞ്ഞിട്ട് മലയാളം തീരെ പഠിക്കാതെ ഇവിടുന്ന് വന്ന് മലയാള അക്ഷരം പോലും അറിയാത്ത ഒരു തലമുറയെ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തുടർന്നു പോയാൽ ചിലപ്പോൾ ഒരു 2 ജനറേഷനൊക്കെ കഴിയും, 2 തലമുറയൊക്കെ കഴിയുമ്പോഴേക്ക് തീരെ മലയാളം വായിക്കാൻ പറ്റാത്ത കുറച്ച്, അപ്പോഴും കുറേ കുട്ടികൾ എങ്കിലും അവരുടെ വീട്ടുകാർ ഉപയോഗിക്കുന്ന ഭാഷയല്ലേ എന്ന് വിചാരിച്ച് തപ്പിപ്പിടിച്ച് മലയാളം വായിക്കും. കാരണം അങ്ങനെ ഈ കുറേ കേട്ട കഥകൾ വായിച്ചിട്ട് അക്ഷരം പഠിച്ചില്ലെങ്കിൽ പോലും ഈ വാക്കുകൾ മനസ്സിലാകും എന്നുള്ളൊരു ഘട്ടം വരുമത്രേ. സാർത്രയൊക്കെ പറഞ്ഞിട്ടുണ്ട് ആത്മകഥയിൽ, വേർഡ്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പലവട്ടം കേട്ടിട്ടുള്ള കുട്ടികളുടെ കഥകളാണ്. അത് മാറിയിട്ട് ആ കഥ ആരെങ്കിലും പറഞ്ഞാൽ അമ്മൂമ്മയോ പറഞ്ഞാൽ ഇഷ്ടാവില്ല, അത് തന്നെ ആവർത്തിക്കും. ഈ പുസ്തകം നോക്കിയിട്ട് പിന്നെ ഈ വാക്കുകളൊക്കെ മനസ്സിലാവാൻ തുടങ്ങി എന്ന് പറയും. അതേപോലെ പഠിപ്പിലുണ്ടാവില്ല, ഈ മലയാളമൊന്നും ഉണ്ടാവില്ല. 2-3 കുറച്ച് ഒരു 10, 30, 40 കൊല്ലം കഴിഞ്ഞ്, എന്നാലും കുറച്ച് കുട്ടികളൊക്കെ ഈ ഭാഷയോട് കേട്ടുപരിചയിച്ച അമ്മയുടെ ഭാഷ, അപ്പൂപ്പൻ്റെ ഭാഷ, അമ്മൂമ്മയുടെ ഭാഷ എന്നുള്ള നിലയ്ക്ക് കുറച്ച് പേരൊക്കെ പഠിച്ചേക്കും.